പ്രിയ സ്നേഹിതരെ, ഇതൊക്കെ വെള്ളിയാഴ്ച കാൽവരിയിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ജെറുസലം നഗരത്തിൻ്റെ അതിർത്തി ഭിത്തികൾക്കപ്പുറത്ത് 3 കുരിശുകളിൽ നടുവിൽ ക്രിസ്തു, ഇടതും വലത്ത് 2 കുറ്റവാളികൾ. ആ 2 കുറ്റവാളികൾക്കിടയിൽ സമാനതകളേറെയുണ്ടെന്ന്. ഇരുവരും കള്ളന്മാരായിരുന്നു. അവിടെ പേരോ പഴയകാല ജീവിതമോ അജ്ഞാതമാ. 2 പേരും ഒരേപോലെ പിടിക്കപ്പെട്ടു. ഒരേ ശിക്ഷാവിധി തന്നെ ലഭിച്ചു. ഒരേ ദിവസം, ഒരേ സ്ഥലത്ത്, ഒരേ സമയത്ത് ക്രൂശിക്കപ്പെടാൻ വിധിക്കപ്പെട്ടു. ബാഹ്യമായ കാഴ്ച സമാനതകൾ ഏറെയുണ്ടെങ്കിലും ആന്തരികത അവർക്കിടയിൽ ഒരുപാട് വേർതിരിവുകളുമുണ്ട്. അവിടെ നടുവിൽ കിടന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല അവർ വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവനോട് ആവശ്യപ്പെട്ടതും വേറിട്ട കാര്യങ്ങളാണ്. ദേ സോ ഹിം ഡിഫറൻ്റ്ലി ആൻഡ് therefore asked him for different things. ഇടതുവശത്ത് കിടന്ന കള്ളൻ ക്രിസ്തുവിനെ ഒരു കുറ്റവാളിയെ മാത്രം കണ്ടു. അതിനാൽ വലിയ പ്രതീക്ഷകളൊന്നും അവനുണ്ടായിരുന്നില്ല. ജനം പരിഹസിച്ചതുപോലെ അവനും ക്രിസ്തുവിനെ പരിഹസിച്ചു. ശരീരത്തെ രക്ഷിച്ച് ഭൂമിയിലേക്ക് തിരികെ പോകാൻ അവൻ മോഹിച്ചത്. വലത്തുവശത്ത് കിടന്ന കള്ളനാകട്ടെ ക്രിസ്തു രക്ഷകനെ കണ്ടു. ആ രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗരാജ്യം കണ്ടു. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാനല്ല, ശരീരം മരിച്ചാലും ആത്മാവ് എത്തിച്ചേരേണ്ട പരദീസയാണ് മോഹിച്ചത്. എല്ലാം നഷ്ടപ്പെട്ട് നഗ്നനായി രക്തം വാർന്നു കിടന്ന ക്രിസ്തുവിന് സ്വന്തമായി രാജ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവനാ വലത്തുവശത്ത് കിടന്ന കള്ളൻ. ഒന്നോർത്താൽ ശിഷ്യന്മാർക്കുണ്ടാകുന്ന ഭാഗ്യമൊന്നും അവന് ലഭിച്ചിട്ടില്ല. കടത്തീരത്തു കൂടി വചനം പ്രഘോഷിച്ച് നടന്ന ക്രിസ്തുവിനെ അവൻ കേട്ടിട്ടില്ല. അവൻ്റെ ഉദാത്തമ ഉപമകളൊന്നും ശ്രവിച്ചിട്ടില്ല. അവൻ്റെ യാതൊരു അത്ഭുതങ്ങളും കണ്ടിട്ടില്ല. അതെ, ക്രിസ്തുവിൻ്റെ ദൈവതയിലേക്ക് വെളിച്ചം വീശുന്ന ബാഹ്യമായ അടയാളങ്ങളൊന്നും കാണാതിരുന്നിട്ടും അവൻ രക്ഷകനാണെന്ന് വിശ്വസിച്ചു. അതും ഏറ്റവും മോശപ്പെട്ട ദുരന്താനമുടെ നടുവിൽ നിന്നുകൊണ്ട്. ജീവിതം മുഴുവൻ ഇടറിപ്പോയൊരു പാപിയാണവൻ. മരിക്കുന്ന തൊട്ടു മുമ്പ് ക്രിസ്തു എന്ന രക്ഷകനെ കണ്ടെത്തുന്നു. ഒടുവിൽ സ്വർഗം കരസ്ഥമാക്കുന്നു. ഓർക്കുവാൻ വേണ്ടി മാത്രമേ അവൻ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ കൃപ അവന് ലഭിക്കുന്നു. ഓക്കാൻ ആഗ്രഹിച്ചവന് പരദീസ് ഇടം കൊടുത്തവനാ ക്രിസ്തു. കാലത്ത് തടവറയിൽ കഴിഞ്ഞവൻ, ഉച്ചയ്ക്ക് കുരിശിപ്പടഞ്ഞവൻ, ഇപ്പോഴത്തെ സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും പരദീസ് സ്വന്തമാക്കുന്നു. ഉറപ്പായും ക്രിസ്തുവിനെ നാം എങ്ങനെ കാണുന്നു എന്ന വിധത്തിലായിരിക്കും നമ്മുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഇടത്ത വശത്ത് കിടന്ന കള്ളൻ കരുതിയതുപോലെ ക്രിസ്തു വെറുമൊരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ സഹനവും മരണവുമൊക്കെ അർത്ഥശൂന്യമായിരിക്കും. അല്ല, വലത്തുവശത്ത് കിടന്ന കള്ളനെപ്പോലെ ക്രിസ്തു രക്ഷകനാണെന്ന് തിരിച്ചറിവിലാണ് നാം മിടിപൂട്ടുന്നതെങ്കിൽ അവൻ നമുക്കായി പർദീസയുടെ വാതിൽ തുറന്നു തരിക തന്നെ ചെയ്യും. ആമേൻ.